മക്കളെ പറയേ ഭയങ്കര എഴുത്താണല്ലേ. ഞാൻ എഴുതി പഠിക്കായിരുന്നു അച്ഛാ. അവതരിത്ത് പഠിക്കാന്ത്? ഞാൻ അച്ഛൻ നോക്കിയിരിക്കായിരുന്നു. അയ്യോ അച്ഛൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ മക്കളെ. മനപ്പുറമല്ല, മറന്നുപോയി. അത് സാരമില്ല, ചേട്ടൻ വന്നപ്പോ മുട്ടയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചോണ്ട് വന്നു. ചേട്ടൻ വന്നാ ഈ പിന്നെ കുഴപ്പമില്ല. ചേട്ടച്ചാ ഇടയ്ക്ക് എടുക്കാൻ അച്ഛന് കാല് വയ്യ, എന്നാലും പറഞ്ഞല്ലേ വാ. അയ്യോ അച്ഛനെത്തിയാ കറക്റ്റ് ടൈമിങ്. സിദ്ധു ഇപ്പൊ വിളിച്ച് അച്ഛന്റെ കാര്യം ചോദിച്ചു വെച്ചേ ഉള്ളൂ. ആണാ? അതെന്ത് വിശേഷം? എന്ത് വിശേഷം, സുഖമൊക്കെയാണ്. പക്ഷെ ഭയങ്കര കടുത്ത ജോലിയാണ്, ഫ്രീ ആവാൻ സമയം കിട്ടില്ലാന്ന് പറയാനുള്ളത്. ഇതാണ് കുഴപ്പം, ഗൾഫിൽ പോയാൽ പണിയെടുക്കണം. സിദ്ധുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടനെ നാട്ടിൽ പോയിന്ന്. പിന്നെ ചോദിച്ചേ അച്ഛനിപ്പോ എന്താ ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കാത്തേന്ന്? അച്ഛൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നോ? ഞാൻ ഈ സൈറ്റിലുള്ള വെറൈറ്റി ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അച്ഛനെത്തിയാ? മക്കളെ പോന്ന് ഞാൻ കുറച്ചു നേരമായി. വല്ല കഴിച്ചാ? ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചാ, പിന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല. അതിനുശേഷം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു കുറച്ചല്ലേ. ചെറുക്കൻ 2 ദോശ ഉണ്ടാക്കി കൊടുക്കാൻ. അത്രേ ദോശമാവില്ല. ദോശമാവില്ലേ? ഇല്ല, തീർന്നു. ഗോതമ്പാവ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് 2 ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ. അയ്യോ, ഗോതമ്പാവും ഇല്ല ഇവിടെ. പിന്നെ പുല്ല് അടക്കള അടിച്ച് പൊട്ടിച്ച് കളയടേ. അടിച്ചു പൊട്ടിച്ച് കളയാറുന്നുവല്ലോ. എൻ്റെ അടുക്കളയിൽ പോയില്ലേ? സ്വന്തമായിട്ട് ഒരു അടുക്കള പോലും ഇല്ല നിങ്ങൾക്ക് അടിച്ചു പൊട്ടിക്കാൻ. മക്കളെ 500 രൂപ ഉണ്ട്, പോയി കടയിൽ പോയി വല്ല കഴിക്കണമല്ലോ വാങ്ങി. ആണാ? ഓക്കെ. എനിക്ക് പൊറോട്ട ബീഫ്. എനിക്ക് ഐസ്ക്രീം. ചേട്ടാ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കുറച്ച് ഗ്രേവിയും മേടിച്ചാൽ മതി. അത് നമ്മൾ ആവശ്യമായിട്ട് എല്ലാവർക്കും കഴിക്കാം. കണ്ടാടി, പിള്ളേർക്ക് എല്ലാം വിശക്കണ്. ഇവിടുത്തെ ആഹാരം നമ്മൾ പിള്ളേർക്ക് മതിയാവില്ല. ഞാൻ പോയിട്ട് വരാം. ശരി മക്കളെ. അച്ചോ, ചേട്ടന് ബാംഗ്ലൂർ പോകാനുള്ള ചാൻസ് ഇതുവരെയായിട്ട് മിസ്സായിട്ടില്ല ചേട്ടാ. കാരണം ശരിക്കും അവിടെ പോകേണ്ട ചേട്ടൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അപ്പൊ പിന്നെ ചേട്ടനെ വിട്ടൂടെ? ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്തമായ സ്ഥിതിക്ക്. ഇവിടുത്തെ അന്തരീക്ഷത്തിന് ശാന്തം എന്താണ് പ്രശ്നം? അച്ഛനും ചേട്ടനൊന്നും മേടിയല്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ബാംഗ്ലൂരിൽ പോകണമെങ്കിൽ പോട്ട്. കാരണം പ്രൊമോഷൻ കിട്ടുവേ ടീം ലീഡറായിട്ട്. എങ്ങനെയാണ് ഞാൻ ചെറുക്കനെ അണച്ചു പിടിച്ച് ഇവിടെ നിർത്താൻ നോക്കണത്? അവൻ ഒന്നിത്തല്ല ബാംഗ്ലൂരിലേക്ക് നോക്കണ. എടാ ബാംഗ്ലൂർ വരെ നന്നാവോളടാ. അവിടെ ബാംഗ്ലൂർ മിണ്ടിപ്പോലും. അച്ഛൻ എന്തോന്നൊക്കെ അച്ഛാ പറയണേ? കൺട്രോൾ വിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇവിടെ ആരെ ബാംഗ്ലൂരിൽ പോകാൻ പറ്റുന്ന പറഞ്ഞേക്കാൻ നോക്കണ്ട. അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ നോക്ക്. ഭയങ്കര ഉള്ളുകളിയുടെ ആളാണ്. നീലുവേ, നീ നിന്റെ ജോലിയൊക്കെ പോ. ഞാൻ 1ാം സൈറ്റിൽ നിന്ന് പ്രാന്തെടുത്ത് വന്നിരിക്കുകയാണ്. അതാണ് അച്ഛൻ സൈറ്റിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അല്ലാതെ അച്ഛൻ ഇങ്ങനെ ഒന്നും ചൂടാവൂലല്ലോ. എന്താ അച്ഛാ പ്രശ്നം? അവിടെ ഒരാൾ ബോംബ് വെച്ച് ബിൽഡിംഗ് എല്ലാം തകർന്നടിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം. അയ്യോ, അതെപ്പോ സംഭവിച്ച്? ഉള്ളതാണോ? ഞാൻ അറിഞ്ഞില്ല. വാടി. ഇതെന്താ ഇത്? എന്താ ഇത്? ബാക്കി കാണാൻ കിടക്കണേ ഉള്ളൂ നിങ്ങള്. ഭയം വാ പോര്. വരാം. Pararam no bailão, no bailão eu tô pousando. Pararam no. അച്ഛപ്പത്തി എന്ത് പാട്ട് നിർത്തിയ? എന്ത് പാട്ട് നിർത്തിയ? അല്ല, ഞാൻ ചുമ്മാ പാടിക്കൊണ്ടിരുന്നു. അച്ഛനും കൊണ്ട് ഞാൻ നിന്റെ പാട്ട് കേട്ടിരുന്നു. എടാ, നീ പണ്ട് ആടും പാടും ഒക്കെ ചെയ്യായിരുന്നു. എന്താ ഇപ്പൊ നീ ഒന്നും ചെയ്യണില്ല ഇപ്പൊ? ഇല്ല അച്ഛ, ഇപ്പൊ ഓഫീസ് പണിയും പ്രാരാബ്ദങ്ങളൊക്കെ ആയുള്ളൂ. എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എടാ മക്കളെ, നീ ഇവിടെ തന്നെ പിടിച്ചു നില്ലടാ. കുറച്ച് ഏരിയ മാനേജർ ആവാം, അത് മാനേജർ ആവാം, പിന്നെ നമ്മളൊക്കെ എപ്പോഴും കാണാം. അത് ശരിയാ. അതാണ് ശരി, അത് മാത്രമാണ് ശരി. അല്ല, എന്നാലും നമ്മൾ വേറെ നാട്ടിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് എടുക്കണത് ഭാവിയിലോട്ട് നല്ലതാണല്ലോ. ആണ്, പക്ഷെ അത് ആവാമല്ലോ. കുറേ കഴിഞ്ഞ് നീ കല്യാണത്തിൻ്റെ നിനക്ക് ആഗ്രഹം തോന്നി തുടങ്ങുമ്പോൾ, അതായത് കല്യാണത്തെ പറ്റി നീ ചിന്തിക്കുമ്പോൾ നിനക്ക് പോകാമല്ലോ. പോകാമെന്ന് വെച്ചാൽ നിനക്ക് ഫാമിലി ആയിട്ട് പോവാം. ഞാൻ നീ ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്നല്ല, അതൊന്നും പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ കല്യാണത്തെ പറ്റി നമ്മളിപ്പോ ചിന്തിക്കണേ ഇല്ലല്ലോ. അച്ഛാ മക്കളെ, നമ്മുടെ എഞ്ചിനീയർ സാറുണ്ടല്ലോ, നല്ല സ്വഭാവമാണ്. എഞ്ചിനീയർ സാറിന്റെ ഫാമിലി ആവട്ടെ, അധികം നല്ല സ്വഭാവമാണ്. ഈ ഇടയ്ക്ക് എഞ്ചിനീയർ സാറിന്റെ ഫാമിലി ഒരു ഫ്രണ്ട് സൈഡിലും. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നാ? നിനക്കെന്താ, ഞാൻ എവിടെ ഇരിക്കണം? നീ താഴെ കിടക്കണം, നിന്റെ പണി. അതാണ് പണി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതെങ്കിലും ചെയ്യണ്ടേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ രസം കൊല്ലിയല്ലേ അല്ലേ മക്കളെ?
നമ്മൾ പാട്ടും ചിരിയും കളിയായിട്ടും എന്ത് രസമായിരുന്നല്ലോ മക്കളെ. അതെ. നീ പോകുന്നില്ലോ അമ്മയുടെ പോകാൻ മക്കളെ. അമ്മ എന്താടാ അല്ല അമ്മ മോർണിംഗ് പോയില്ലെങ്കിൽ ഇരുന്നു. എന്നാ ഞാൻ ഇവിടെ ഇരിക്കാം. പറ ബാക്കി പറ. പിന്നെ നീ ഇവിടെ ഇരി, ഞാൻ അടക്കളയിൽ പോവാം. അല്ല പിന്നെ ചേട്ടാ ഒന്ന് കാര്യം പറയാനുണ്ട്. എന്താടെ കാര്യം? ചേട്ടാ സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മളൊക്കെ കൂടെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ചേട്ടൻ്റെ അടുത്തും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാന്നാ പറഞ്ഞേ. സിദ്ധു കുറച്ചുമ്പോ തിരിച്ചു വിളിക്കും. അതെ, നിങ്ങളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്താൽ മതി. അവനെ വിളിക്കണ്ട. നീയാണെങ്കിൽ അമ്മ വിളിച്ചോട്ട് പോ. നീ പൊടി പോ. അമ്മ ഒന്നും പറയണ്ട, ചേട്ടൻ വന്നാൽ മതി. ഡേയ്, ഞാനും ചേട്ടനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയോട് സംസാരിച്ചേ, ചേട്ടൻ പോയേട്ടാ. ചേട്ടാ സിദ്ധു വിളിച്ചത് ഒരു ട്രിപ്പിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ. ചിലപ്പോ ഉടനെ സിദ്ധു എത്തും. ആ എന്നാ ദാ വരുന്നു. മക്കളെ, ഡേയ്, ആ, ഡേയ്, ചേട്ടാ. ഞാൻ പോരാ, നിനക്ക് അമ്മയോട് സംസാരിച്ചിരിക്കും. ഡേയ്, ഡേയ്, ഡേയ്. പറയാൻ കേൾക്കും. പറവാലും ശ്ശേ, ഞാൻ നൈസ് ചെറുക്കനെ വളച്ചൊളിച്ച് കയ്യിൽ കൊണ്ട് വന്നായിരുന്നു. ബാക്കിയുള്ള അവിടെ കുത്തിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു. വളഞ്ഞില്ലേ? എന്റെ ക്ഷമ കെട്ടണ്ടല്ല, നാലിടത്തിന് കാലവര തൂക്കി തറയടിക്കും. ബാലു നിങ്ങളെ ചാദ്യനാണ്. നിങ്ങളിപ്പോ വിഷ്ണുവിന്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ, സ്നേഹമല്ല കള്ള സ്നേഹമാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ തറക്കളി കളിക്കല്ലേ. ആർക്ക് നേടിയെടുക്കാൻ വേണ്ടി? ഇനി അവന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതല്ല. നിങ്ങളിപ്പോൾ കാണിക്കുന്നത് നമ്പറാണെന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല. പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞു നോക്ക്, ഞാൻ വീട് കത്തിക്കും, എല്ലാത്തിനും ചാമ്പലായി കളയും. അലമ്പലാണ് ബാലു. അതിനേക്കാൾ വലിയ അലമ്പയാകാൻ എനിക്കറിയാം. കാത്തിച്ചളയും ഞാൻ നിങ്ങളെ. ഛേ.